ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയോ വർത്താനം, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി 2 ജ്യൂസാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ എന്ത് വെച്ചിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ കൂവപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കസ്കസ് വെള്ളത്തിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ കുറച്ച് കൂവപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 2 ജ്യൂസ് വെറൈറ്റി ആയിട്ട് 2 ജ്യൂസാക്കിയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നല്ല ചൂടാറിന് ശേഷം എല്ലാം കട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ കൂവപ്പൊടി ഉണ്ടല്ലോ കുറച്ച് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ ഇത് തേങ്ങാപ്പാലിലൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ. ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയതിന് നല്ല ദാഹവും ക്ഷീണവും ഒക്കെ മാറും കേട്ടോ. പിന്നെ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമില്ല പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു 1-2 ഏലക്ക കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുക. ഓവർ ഏലക്ക ഇട്ട് കൊടുക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. 1-2 മതി കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ജ്യൂസൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈസിയാണ് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ക്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കുറച്ച് കസ്കസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ജ്യൂസ് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും കൂവപ്പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് ഒട്ടും കൂവപ്പൊടിൻ്റെ ടേസ്റ്റോ അതിൻ്റെ ചൊയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചില കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അതിൻ്റെ ആ ചൊയ ഉണ്ടല്ലോ ഒട്ടും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതേമാതിരിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടേ. അപ്പോൾ അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തും കൂടെ ബാക്കിയുള്ള കൂവപ്പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കസ്കസും കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കസ്കസ് ഉണ്ടല്ലോ ദാഹത്തിനും ക്ഷീണത്തിനൊക്കെ അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഏത് ജ്യൂസിൽ നമ്മൾ കസ്കസ് യൂസ് ചെയ്യുന്ന അടിപൊളി നല്ലതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ജ്യൂസ് ഉണ്ട് ഞാൻ ഗ്ലാസ്സിലൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചാണ് കേട്ടോ. പിന്നെ അതാ ബാക്കിയുള്ള കൂവപ്പൊടി വെച്ചിട്ട് ഒരു ഡ്രിങ്ക് കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഉണ്ടാക്കുന്നത് ആപ്പിൾ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ആപ്പിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് അടിപൊളി ഷേക്ക് മാരിക്കൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മൾ ടൈറ്റാക്കി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ഷേക്ക് മാരിക്കുണ്ടാവും. നല്ല കൂവപ്പൊടി ആകുമ്പോൾ നല്ല ടൈറ്റിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആപ്പിൾ ഇട്ടെടുത്തിട്ടുണ്ട്. അതേമാതിരിക്ക് തന്നെ ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. ഐസ് ക്യൂബ് അല്ല, നമ്മൾ പാല് കട്ടാക്കി എടുത്തത് അതും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മിൽമ പാലിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. മറ്റേ നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ടേനു. അപ്പോൾ അത് നമ്മൾ ആപ്പിളോ അല്ലെങ്കിൽ ചിക്കുവോ അതേമാതിരിക്ക് തന്നെ നമ്മൾ പിന്നെ അങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക, പുളിയില്ലാത്ത. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക കേട്ടോ. നമ്മൾ കൂവപ്പൊടിൻ്റെ ഒട്ടും ടേസ്റ്റോ അതിൻ്റെ ആ മണമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ഷേക്കിൽ ഉണ്ടാക്കി കുടിക്കാനും പറ്റും. ഷേക്കൊക്കെ ആക്കിയാണ് ഉണ്ടാക്കി കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു ആപ്പിൾ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതേ ഞാനൊരു ജഗ്ഗിൽക്കാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഐസ് ക്യൂബും അതേമാതിരിക്ക് തന്നെ കസ്കസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം തണുപ്പിച്ചിട്ട് തന്നെ കുടിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചിക്കൊക്കെ ഉണ്ടെങ്കിലോ ഒരു 2 ഇട്ട് കൊടുത്താൽ തന്നെ നല്ല കുറുന്നനും നല്ല ചിക്കുവിൻ്റെ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും കൂവപ്പൊടി ഉണ്ടെങ്കിൽ അതേമാതിരിക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഒരു ആപ്പിളൊക്കെയാണ് എങ്ങനെ ഇപ്പോൾ ഇതെല്ലാവർക്കും ഇവിടെ ജ്യൂസ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കുമല്ലോ. അപ്പോൾ ഈ കൂവപ്പൊടി ഉണ്ടല്ലോ കുറച്ചിട്ടാണ് ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൂസിലേക്ക് ആക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുക. അതേമാതിരി തന്നെ നല്ല ഷേക്ക് ആക്കിയാണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.